ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലത്തിന്റെ വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായമുള്ള അച്ഛന്മാർ മാത്രം താമസിക്കുന്ന ഒരു ആശ്രമത്തില് ഒരു പാതിരാത്രിയിൽ ഒരു കൊച്ചച്ഛൻ ദീർഘയാത്ര കഴിഞ്ഞ് ആശ്രമത്തിലെത്തിയതാണ്. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ അവരാരും ശല്യപ്പെടുത്തണ്ട, വിളിച്ചുണർത്തണ്ട എന്ന് കരുതി അദ്ദേഹം അവിടെ ആശ്രമത്തിന് മുൻപിലുണ്ടായിരുന്ന ബെഞ്ചിൽ കിടന്നിങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദേഹത്ത് കൈകൾ സ്പർശിച്ചപ്പോഴാണ് ഞെട്ടി ഉണർന്നത്. മുൻപിൽ 3-4 പോലീസുകാർ നിൽക്കുന്നു. അവരെ നൈറ്റ് പെട്രോളിങ്ങിന് വന്നതാണ്. സാധാരണ ആശ്രമത്തിൽ അങ്ങനെ വന്ന് നോക്കാറുള്ളതാണ്. പോലീസുകാർ ചോദിച്ചു, എന്താണ് ഇവിടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആശ്രമത്തിലുള്ളതാണ്. ആശ്രമത്തിലുള്ള ബാക്കി എല്ലാവരും അകത്തായിരിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് പുറത്തായത്? ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചിങ്ങനെയാണ്, സ്വന്തം പേര് പോലും മറന്നുപോയ ഒരു വല്യച്ഛനുണ്ട് അവിടെ. അങ്ങനെ പുള്ളിയെ അദ്ദേഹമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കുഴഞ്ഞത് തന്നെ. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ഒരു പ്രായമുള്ള വൈദികൻ വന്നിട്ട് പറഞ്ഞു, എന്താ പ്രശ്നം? ഇവ ഞങ്ങളുടെ കൊച്ചാണല്ലോ. ഏതാണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവമായിരുന്നു ഈ യുവ വൈദികന്. ഇത് ഞങ്ങളുടെ കൊച്ചാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോൾ താൻ എന്തോ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫീലിംഗ് ആവുന്ന വൈദികനുണ്ടാവുകയും തീർച്ചയായിട്ടും ഒരു പക്ഷേ അപകടമാകാമായിരുന്ന ഒരു കാര്യം. കാരണം പാതിരാത്രിയിൽ ഒരു ആശ്രമത്തിന് മുൻപിൽ കിടക്കുമ്പോൾ ഒരു പക്ഷേ പ്രായമുള്ള ഈ വല്യച്ഛൻ വന്നിരുന്നെങ്കിൽ സ്വന്തം പേര് പോലും മറന്നുപോയ അദ്ദേഹം എന്താണ് പറയുന്നത് അറിയില്ല. അത്രയേറെ അപകടകരമായ അവസ്ഥയിൽ ഈ അച്ഛൻ വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ ജീവൻ ലഭിച്ച ഒരു അനുഭവമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മളെല്ലാവരും കേട്ട് പഴകിയ ധൂർത്തപുത്രന്റെ ഉപമയാണ്. നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണിത്. ഒരുപക്ഷെ ദൈവം നമ്മെ എത്രമാത്രം കരുതലോടെ സ്നേഹിക്കുന്നുവെന്ന് ഈ ഉപമ നമ്മൾ വായിക്കുമ്പോൾ, ഈ കഥാസാർ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ അത് ലാഘവത്തോടെ വായിച്ചു പോകുമ്പോൾ ഈ ഉപമ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. ധൂർത്തപുത്രന്റെ ജീവിത ചിന്തകൾ നമുക്ക് പ്രചോദനമാവണം. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അഗാധമായ തകർച്ചയില് അവന് സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത്, പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ജോലിക്കാര് വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഇത് നമുക്കുള്ള വലിയൊരു തിരിച്ചറിവായിരിക്കണം. അവൻ തന്റെ അവസ്ഥ അവൻ തിരിച്ചറിയുകയും തിരികെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുകയും ചെയ്യാണ്. അവിടെയാണ് അവന്റെ ജീവിതം തന്നെ വഴിത്തിരിവായിട്ട് മാറുന്നത്. നമ്മൾ ഈ നോമ്പ് കാലത്തില് ഈ വചനഭാഗം, ഈ ഉപമ വായിക്കുമ്പോൾ ഞാൻ ഏതവസ്ഥയിലാണെന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപക്ഷെ നമ്മള് സ്വയം നീതിമാന്മാരാണെന്ന് പലപ്പോഴും ചിന്തിച്ച് വശംവദരാകുന്നവരാണ്. നമ്മളിൽ എല്ലാവരിലും കുറവുകളുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും കുറവുകളെ കുറിച്ച് ധ്യാനിക്കുകയും നമ്മൾ തിരികെ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നാം ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തിൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും എന്ന ഈ ധൂർത്തപുത്രന്റെ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഴ്ച സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മൾ വീഴ്ച സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ ഈ ധൂർത്തപുത്രനെ പോലെ തന്നെ തകർച്ചയിൽ അവൻ തന്റെ പിതാവിനെ ഓർക്കുകയും പിതാവിന്റെ ജീവിതത്തില്, പിതാവിന്റെ ഭവനത്തിൽ തനിക്കുണ്ടായിരുന്ന അനുഗ്രഹവും നന്മയും എല്ലാം ഓർക്കുകയും അവൻ തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചപ്പോഴുണ്ടായെന്നാണ് നമുക്കറിയാം. അവൻ ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തില് തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് അവൻ എത്തിപ്പെടുകയും ആ പിതാവ് അവനെ തന്റെ മാറോട് ചേർത്ത് അവനെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇതന്നെയാണ് മക്കളായി നമ്മളോട് ദൈവം കാണിക്കുന്ന സ്നേഹവും. നമ്മുടെ കുറവുകളെ കുറിച്ച്, നമ്മുടെ വീഴ്ചകളെ കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുകയും തിരികെ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളിലേക്ക് കൂടുതൽ അടുക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലം നമുക്ക് നമ്മളെ തന്നെ കാണുവാനും നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനുള്ള അവസരമാകട്ടെ. അതുവഴി നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാനായിട്ട് ഈ തപസ് കാലം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. അങ്ങനെ അനുഗ്രഹപ്രദമായ ഒരു ഈസ്റ്റർ ആശംസിക്കാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.